ഞാൻ നിങ്ങളെക്കുറിച്ച് അധികം ദിവസങ്ങളായി നിരന്തരമായിട്ട് 24 സ്ക്രീനിൽ കാണുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ 24 റിപ്പോർട്ടർ MG പ്രതീഷ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ദിവസവും രാവിലെ ഞാനായിരുന്നു മോർണിംഗ് ഷോയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പിന്തുടരുന്നുണ്ടായിരുന്നു. നിങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, ഇപ്പോഴാണ് കാണുന്നത്. എനിക്കറിയാം വല്ലാത്തൊരു സങ്കടക്കടലിൽ നിങ്ങൾ വീണിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. മാർച്ച് 18 സിദ്ധാർത്ഥന്റെ മരണം നിങ്ങൾ അറിയുന്നത് അല്ലേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഉച്ചയ്ക്കാണ് മരണം സംഭവിച്ചത് അല്ലേ? ഉച്ചയ്ക്കാണ് നടന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉച്ചയ്ക്ക് മരിച്ചു എന്ന് പറയുന്ന സിദ്ധാർത്ഥൻ അമ്മയോട് അത് കഴിഞ്ഞും സംസാരിച്ചായിട്ട് കാണുന്നു. അതെങ്ങനെ? അത് കഴിഞ്ഞ 12:20 എന്നോട് സംസാരിച്ചു. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം? 12 മണിക്ക് 1 മണിക്ക് ഇടയിൽ ആ സമയത്താ പറയുന്നത്. 12 മണിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് 12 മണിയോട് കൂടിയാ പറയുന്നത്. പക്ഷെ 12 മണി കഴിഞ്ഞിട്ട് 12:15 മകൻ സംസാരിച്ചു എന്ന് പറയുന്നു. പക്ഷെ മകൻ തന്നെ ആയിരിക്കുമോ സംസാരിച്ചത്? എനിക്കറിയാലോ, എന്താണെന്ന് അറിയില്ല. ഏറെ അതിനിടയ്ക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഫോണൊക്കെ എങ്ങനെ വേണം ഉപയോഗിക്കാമല്ലോ. അപ്പോ സംസാരം എനിക്ക് അവനെ പോലെ തന്നെ തോന്നുന്നു. എന്തെങ്കിലും പുതിയ സാങ്കേതികമായിട്ട് എന്തെങ്കിലും സാധ്യത ഉപയോഗിച്ചതാണോ? നിർമ്മിത ബുദ്ധിയൊക്കെ ഉപയോഗിച്ചാൽ ഇപ്പം വളരെ എളുപ്പമാണ്. കുറച്ച് വാക്കേ പറഞ്ഞിട്ടുള്ളൂ, 1-2 വാക്കുകൾ പറഞ്ഞു. എന്തായിരുന്നു അമ്മ ഓർമ്മിക്കുന്നത് ആ വാക്ക്? ഞാൻ കഴിക്കാൻ വേണ്ടി ഞാൻ അവധി ദിവസങ്ങളിൽ അവനടുത്ത് ചോദിച്ചിട്ടാ കഴിക്കാൻ, ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ കഴിക്കാൻ കയറുന്നത്. അപ്പൊ ഞാൻ മോനെ കഴിക്കാറായോ എന്ന് വെച്ചാൽ ഇല്ലമ്മ കിടക്കുന്നു, ഇപ്പൊ പോകും, 1 മണിക്ക് പോകും എന്ന് പറഞ്ഞു. ഞാൻ തുണിയൊക്കെ അലക്കാനൊക്കെ ഉള്ളത് അലക്കാത്തന്ത്, എണീക്കാത്തന്ത് മോനെ? ഞാൻ അലക്കി കഴിഞ്ഞു. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടാടാ? മാറിയപ്പോ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടേ, ഇങ്ങനെ ഒരു സ്കൂളായിട്ട് ഞാൻ ചോദിച്ചു. അല്ലമ്മ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല, വയ്ക്കട്ടാ. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ ഇനിയിപ്പോ എണീക്കും മോനെ, 1 മണി ആവാറായി കഴിക്കും. അത് പറഞ്ഞിട്ടാണ് ഞാനും മോനും കൂടെ കഴിക്കാൻ ഫുഡ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അവന് ആഹാരം വാരി കൊടുത്തിട്ട് ഞാൻ അതിൽ തന്നെ ഇവന് ഷിബുവും, അദ്ദേഹത്തിന്റെ പേര് ബിനു. ഷിബു അമ്മാവനാണ്. മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കറക്റ്റ് അല്ലേ? താങ്കൾ? ബിനു എവിടെ? എന്റെ കസിനും നമ്മളെ കുടുംബ സുഹൃത്തുമാണ്. ഓക്കെ, താങ്കൾ നെടുമങ്ങാടുള്ള? ഓക്കെ, പറഞ്ഞോളാം. ഞാൻ ചോറിലെടുത്ത് അമ്മോന് കൊടുത്തിട്ട് അപ്പൊ അതിൽ തന്നെ വെച്ച് ഞാനും കഴിക്കും. ഞാനെടുത്ത് അവന് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കാൻ എടുത്തപ്പോ എനിക്കെന്തോ വിഷമം. ഇപ്പോ കഴിക്കണ്ട, പിന്നെ കഴിക്കാൻ തോന്നിട്ട് ഞാൻ അത് കൊണ്ട് വെച്ചിട്ട് വന്നിരുന്നു. ഇവന്റെ അടുത്ത് തന്നെ വന്നിരുന്നു. അപ്പൊ ഇവന് എക്സാം ആയി, 24 എക്സാം ആയിരുന്നു. ഞാൻ അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു വീണ്ടും 4 മണിയാവുമ്പോ 4:30 ആവുമ്പം ടീ ടൈം അല്ലേ, അപ്പം വിളിക്കാം മോനെ. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ വിളിക്കാമെന്ന് വിചാരിച്ച് മോൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി 4:30 ആയപ്പോ ഞാൻ പറഞ്ഞു ചെന്ന് കുളിക്കാനായി പോ, ഞാൻ ചായ ഇട്ടിട്ട് വരട്ടെന്ന് പറഞ്ഞു. ഞാൻ താഴെ ഇറങ്ങി ചായ ഇടാൻ വേണ്ടി വെച്ചപ്പോഴാണ് ബ്രദർ വിളിക്കുന്നത്. എന്റെ ബ്രദർ സിദ്ധുവിന് ഇതുപോലെ ചെറിയൊരു ആക്സിഡന്റ് പറഞ്ഞില്ല, പടിപടിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആദ്യ ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞു. അവരിവിടെ എത്താറായിട്ടുണ്ടായിരുന്നു, നെയ്യാറ്റിൻകരയിൽ നിന്ന് നെടുമങ്ങാട് വരെ. ഞാനത് അറിയുന്നില്ല. ഞാൻ വന്നിട്ട് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഉയരക്കേറി പവിയുടെ അടുത്ത് മോൻ്റെ അടുത്ത് പറഞ്ഞു, മോന് സിദ്ധുവിന് എന്തോ ആക്സിഡന്റ്, എന്താണെന്ന് അറിയില്ല, നമുക്ക് ആരെയെങ്കിലും വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു, എവിടെ എത്തിയെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വെച്ചാൽ അക്ഷയ റെഹാനോ ആരെങ്കിലും ഒക്കെ വിളിക്കാൻ പോയാൽ നീ പെട്ടെന്ന് ഇറങ്ങുക പറഞ്ഞു. ഇവൻ പെട്ടെന്ന് ഇറങ്ങി. അതിനു മുൻപേ ഇവര് വീട്ടിന്റെ ഫ്രണ്ടിലെത്തി, അമ്മയും അച്ഛനും അനിയത്തിയും എല്ലാവരും എത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ ഡോർ തുറന്നപ്പോ എന്തോ എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ എന്തിനാ വന്നേന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ പോയി അവനെ വിളിച്ചു കൊണ്ടുവരാം, അമ്മയൊക്കെ ഇവിടെ നിൽക്കട്ടെ, നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാനും കൂടെ വരുന്നു അവനെ കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ ബ്രദർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ എനിക്ക് പെട്ടെന്ന് അക്ഷയ കിട്ടി. അക്ഷയ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ചേട്ടൻ പറയുന്നു വിളിക്കണ്ട, ഞങ്ങൾ പോവുകയല്ലേ എന്ന് പറയും. അപ്പൊ അക്ഷയ് പറഞ്ഞു, ആന്റി ഹോസ്പിറ്റലിനകത്തോട്ട് കേട്ടിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അകത്ത് കയറിയിട്ട് ഫോൺ കൊടുക്കാം. ഞാൻ പറഞ്ഞു മോനെ എനിക്ക് ഡോക്ടർ അടുത്ത് അല്ലെങ്കിൽ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞു. എനിക്ക് ഡോക്ടർ അടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ സിദ്ധുവിന്റെ അടുത്ത് സംസാരിക്കണം, അത്രയും മതി, മോനൊന്ന് പോയി കൊടുക്കുക എന്ന് പറഞ്ഞു. ആന്റി ഞാൻ അകത്ത് കയറിയിട്ട് കൊടുക്കാം. അതിനുശേഷം അക്ഷയ് അക്ഷയ് ഇതുവരെ എന്നിട്ട് ഫോൺ എടുത്തിട്ടില്ല, ഇന്നത്തെ ദിവസം എടുത്തിട്ടില്ല. കിട്ടിയിട്ടില്ല. ഇല്ല, അക്ഷയ് വന്നിട്ടുണ്ടായിരുന്നു. ഈ മരണത്തിന്റെ ബോഡി കൊണ്ടുവന്നപ്പോൾ ആ ദിവസം അമ്മ സംസാരിച്ചു. അല്ല, ഞാൻ എന്നിട്ട് റെഹാനെ വിളിക്കുന്നു. അപ്പൊ റെഹാൻ പറയുന്നു
ആന്റി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ അങ്ങനെ ചെയ്തത്. അപ്പൊ ആര് ചെയ്തതെന്നോ എന്നൊന്നും അറിയുന്നില്ല. ഞാൻ പറയും എന്തോ മോനെ. ഉടനെ റഹാൻ കട്ട് ചെയ്തു. അൽത്താഫിനെ വിളിച്ചപ്പോൾ അൽത്താഫ് ഫോണ് അറ്റൻഡ് ചെയ്തു, എന്നിട്ട് ഉടനെ കട്ട് ചെയ്തു. അപ്പൊ ഇവരെല്ലാം ഈ കേസിൽ പ്രതികളായപ്പോലെ ഇപ്പൊ ഈ റഹാനെ കാത്ത് കിടക്കുക. അക്ഷയ് ഇതുവരെ പ്രതിയായിട്ടില്ല. അക്ഷയെ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ അത് വായിച്ച ഒരാൾ എന്നോട് പറഞ്ഞത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ അവസാന 3 ദിവസങ്ങളിൽ സിദ്ധാർത്ഥൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മനസാക്ഷിയോട് അങ്ങ് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് നമ്മൾ ഈ കോഴിയെ കൊല്ലുമ്പോൾ പോലും ഇത്തിരി വെള്ളം കൊടുക്കാൻ ശ്രമിക്കും, എന്നിട്ട് ഇവന് ഇത്തിരി വെള്ളം പോലും നിങ്ങൾ കൊടുത്തില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതെ, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോഴേ ഞാനും വായിച്ച 3/4 പാവം വരെ വായിച്ചോളൂ. അതിൽ കൂടുതൽ എനിക്ക് വായിക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് കേട്ടിട്ടേ അറിഞ്ഞത്. ഞാൻ അപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വലിച്ചെറിയുമ്പോൾ ഞാൻ തറയിലെറിഞ്ഞു. അത്രയ്ക്ക് ഭീകരമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എന്റെ വായിൽ നിന്ന് അറിയാതെ അങ്ങ് വീണുപോയതാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെല്ലാം കൃത്യം ഉണ്ട് അല്ലേ? വളരെ കൃത്യമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ആത്മഹത്യയാണെന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടില്ല. ഹാങ്ങിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാങ്ങിങ് പല രീതിയിലും ആവാം. പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ സാമാന്യ ബോധമുള്ള ഒരുത്തനും ചിന്തിക്കില്ല അത് ആത്മഹത്യ ചെയ്തിട്ടുള്ള. ശരീരത്തിൽ എന്തെങ്കിലും പാടുകളോ മുറിവുകളോ ഒക്കെ ഉണ്ടായിരുന്നായിട്ട്? അതെ, ശരീരത്തിൽ പാടുണ്ടായിരുന്നു. തലയുടെ ബാക്കിൽ സ്കള്ളിന്റെ ഭാഗത്തായിട്ട് മുറിവുണ്ട്. പഴക്കമുള്ള പാടുകളാണ്. 3 ദിവസം പഴക്കമുള്ള പാടുണ്ടായിരുന്നു. പിന്നെ ഇന്റേണൽ അവയവങ്ങൾ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു. അതാണുള്ളത്. എല്ലാം നട്ടല് തകർത്ത് കളഞ്ഞു, വാരിയല് പോയി, ചെറുകുടല്, വൻകുടല്, പിന്നെ സ്റ്റൊമക്ക് എല്ലാം 3 ദിവസമായിട്ട് ഇല്ല. കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള പഴക്കമാണ് ഉണ്ടായിരുന്നത്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ